യെസ്, അപ്പൊ നമുക്ക് ലെബിനിസ് തിയറത്തിലേക്ക് പോകും. അതിനു മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണേ. ആ ലെബിനിസ് തിയറം പഠിപ്പിക്കാൻ പോവാണ് ഞാന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ് അല്ലെ. ഞാനപ്പോ ആ മെയിൻ എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിപ്പിക്കാൻ കേട്ടാ. എന്ത് വന്നാലും അത് നിങ്ങളെ കൊണ്ട് ഞാൻ ആൻസർ ചെയ്യിപ്പിക്കേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ മെയിൻ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു nth ഡെറിവേറ്റീവ് വലിയൊരു പ്രോബ്ലം ആണ്. ഒരു 15 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് പഠിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത്. ലെബിനിസ് തിയറം എന്നാണ് വിളിക്കുക. അപ്പൊ അതിന്റെ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അത് പ്രോബ്ലത്തിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണേ, എങ്കിലേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ലെബിനിസ് തിയറം ഞാൻ ആദ്യം പറയുന്നില്ല. ആദ്യം കുറച്ച് ബേസിക് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ലെബിനിസ് തിയറത്തിലേക്ക് പോകാം. യെസ്, ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഈക്വൽ ടു 0. ഡി ബൈ ഡി എക്സ് ഓഫ് കെ എന്ന് മീൻസ് എന്താണ്? 2 ഈക്വൽ ടു 0. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ഈക്വൽ ടു 0. ഡി ബൈ ഡി എക്സ് ഓഫ് 3 ഈക്വൽ ടു 0. മനസ്സിലായോ? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് 0 ആണ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 2x എന്ന് പറഞ്ഞാലോ എന്താ വരിക? അപ്പോ 2xന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 into 1, that is 2. ഡി ബൈ ഡി എക്സ് ഓഫ് 3x എന്ന് വിളിച്ചാലോ 3 into 1 equal to 3. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ മെയിൻ ആയിട്ട് എക്സ് നോക്കാം, ബാക്കിയുള്ളത് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x എന്നാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് വിളിച്ചാലോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് 3 മതി, കൂടുതലൊന്നും വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ആ പ്രോബ്ലം എങ്ങനെയെങ്കിലും കിട്ടിക്കാനാണ് ഞാൻ ആ പ്രോബ്ലത്തിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എക്സ്ട്രാ ഇവിടെ എന്ത് വന്നാൽ കിട്ടില്ല. അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാണ്ട് മൊത്തം ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിപ്പിക്കുകയല്ല, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രയും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? മാറ്റോട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം കൂടി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് വിളിക്കുന്നത് എന്താ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് എന്നാണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ് എന്നാണ്. ഒരു കാര്യം കൂടി നോക്കുകയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താ? റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതണം. ഞാൻ ഇപ്പൊ പറയുന്നതൊക്കെ ആ എസ് എ ക്വസ്റ്റ്യനിൽ വരുന്ന സാധനങ്ങളാണ്. അത് ഓരോന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരികയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 കഴിയുന്നില്ല, ഇൻറ്റു ഇതിന്റെ ഉള്ളിലുള്ള ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻറ്റു എന്താണ് വരിക? ഇൻറ്റു 2x എന്ന് വരും കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള ഡെറിവേറ്റീവ് എത്രയാണ്? 2x ആണ്. ഈ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം x/√(x² + 1) എന്നാണ് കേട്ടോ. എന്താണ് നമുക്ക് കിട്ടാം? x/√(x² + 1). ഇത് ഫോർമുല ആയിട്ട് പഠിക്കണ്ട, ചെയ്യുന്ന രീതി മനസ്സിലാക്കാം. ഒരെണ്ണം ഈ രണ്ടെണ്ണം വരുന്നുള്ളൂ, അതുകൊണ്ട് അത് പഠിപ്പിക്കാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് √1 - x², ഡെറിവേറ്റീവ് ഓഫ് 1 - x². നമുക്ക് വരുന്നതാണ്, പ്രോബ്ലത്തിന്റെ ഉള്ളിൽ വരുന്ന സാധനമാണ്. √1 - x² ഡിഫറൻസിയേഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ √1 - x² ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്, √1 - x² ഡെറിവേറ്റീവ് എന്താണ്? 1/2 × √1 - x². ശ്രദ്ധിക്കണേ, √1 - x² ഡെറിവേറ്റീവ് എന്താണ്? √x ഡെറിവേറ്റീവ് 1/2 √x ആണ്. അപ്പൊ √1 - x² ഡെറിവേറ്റീവ് എന്താണ്? 1/2 × √1 - x² ഇൻറ്റു ഇതിന്റെ ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ് -2x ഇൻറ്റു -2x. ഓക്കെ, ഈ 2 ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന ആൻസർ -x/√1 - x².
ഒന്നെങ്കിൽ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യണം. √1 - ഡെറിവേറ്റീവ് എന്താണ്? -x/√1 - x² നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് മനസ്സിലാക്കണം. റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2√x എഴുതി ഇൻറ്റു അതിന്റെ ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് വിളിക്കും കേട്ടോ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത 2 ഫോമുല കൂടി ആവശ്യമുണ്ട്. ബേസിക് ആയിട്ട് എഴുതിക്കോളൂ. എപ്പോഴും ചോദിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. d/dx ഓഫ് tan inverse x. tan inverse xന്റെ ഡെറിവേറ്റീവ് 1/1 + x². അത് 1/x² + 1 എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. 1/1 + x². d/dx ഓഫ് sin inverse x. ഇത് രണ്ടുമാണ് എപ്പോഴും നമുക്ക് വരുന്നത്. = 1/√1 - x². 1/√1 - x². ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. 1/√1 - x². ഈ 2 സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദിക്കുന്ന 2 ഷുവർ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് കാര്യം കൂടി ബേസിക് പറഞ്ഞാൽ എനിക്ക് ലെബനിസ് തിയറത്തിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കുന്ന 15 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിന് കുറേശ്ശെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് nth ഡെറിവേറ്റീവ് ഓഫ് y. ഒരു മിനിറ്റ്. ഓക്കെ, nth ഡെറിവേറ്റീവ് ഓഫ് y. yയുടെ nth ഡെറിവേറ്റീവ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ yn എന്നാണ് കേട്ടോ. yയുടെ nth ഡെറിവേറ്റീവ് സിമ്പിൾ എന്താണ്? yn എന്നാണ് പറയാ. അതുപോലെ nth ഡെറിവേറ്റീവ് ഓഫ് y1. y1ന്റെ nth ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് yn+1 എന്ന് പറയും കേട്ടോ. y1ന്റെ nth ഡെറിവേറ്റീവ് എന്താണ്? yn+1 എന്ന് വിളിക്കുക. അടുത്തത് nth ഡെറിവേറ്റീവ് ഓഫ് y2. y2ന്റെ nth ഡെറിവേറ്റീവ് എന്ന് വിളിച്ചത് yn+2 എന്ന് വിളിക്കും കേട്ടോ. yn+2. y2ന്റെ nth ഡെറിവേറ്റീവ് yn+2 എന്ന് വിളിക്കും കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് ഇത്രയും വരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്രയും പറയുന്നു. ക്ലിയർ? കുറച്ച് കാര്യം കൂടി ഉണ്ട്. NC1 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ്. NC1 എന്ന് പറഞ്ഞാല് n ആണ് കേട്ടോ. NC1 എന്ന് പറഞ്ഞാൽ n ആണ്. NC2 എന്ന് പറഞ്ഞാല് n×n-1/1 × 2, അതായത് 1 × 2. NC1 ഉം NC2 ഉം. NC3 നമുക്ക് ആവശ്യമില്ല, ഇത് രണ്ടും മതി. NC3 എന്ന് പറഞ്ഞാല് n×n-1 × n-2/1 × 2 × 3. ഓക്കെ, നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇത് രണ്ടും മാത്രം മതി. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അത് വേണ്ട, നമുക്ക് NC1 NC2 മതി. NC3 ഞാൻ പറഞ്ഞോളൂ. NC3 എന്ന് പറഞ്ഞാൽ n×n-1 × n-2/1 × 2 × 3. അത് അത്രയും വലിയ സ്റ്റാൻഡേർഡ് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ NC3 വരാറുള്ളൂ. നമുക്കത് വരില്ല, നമുക്ക് NC2 വരെ വരുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും പഠിച്ചാൽ മതി. NC1 എന്ന് പറഞ്ഞാൽ n ആണ്. NC2 എന്ന് പറഞ്ഞാൽ n×n-1/1 × 2 ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ അല്ലേ?
ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ പ്രോബ്ലത്തിലേക്ക് പോവാം. ലെബിനിസ് തിയറം കേട്ടോ. ലെബിനിസ് തിയറം ഹെഡിങ് എഴുതാം. ലെബിനിസ് തിയറം. ലെബിനിസ് തിയറം. എഴുതാം. പറഞ്ഞോട്ടെ. U and V are any two functions, then the nth derivative of, അതൊന്നും പറയുന്നില്ല, nth derivative of product of two functions. ഒരു രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് റൂൾ നമുക്കറിയാം അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതാണ് പ്രോഡക്റ്റ് റൂൾ. അങ്ങനെ പ്രോഡക്റ്റ് വരുന്ന ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് കാണാനുള്ള റൂളാണ് ഏത്, ഈ ലെബിനിസ് തിയറം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് d raised to n of nth ഡെറിവേറ്റീവ് ഓഫ് u into v. യുവും വിയും രണ്ട് ഫംഗ്ഷൻ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? ഓക്കെ, അതിനുള്ള റൂളാണ് ഏത്, ലെബിനിസ് തിയറം. അതിനുള്ള റൂളാണ് ലെബിനിസ് തിയറം. അപ്പൊ ഞാൻ ആ റൂള് പഠിപ്പിക്കുകയാണ്. അപ്പൊ യു വി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. യു ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v, d raised to n of v. മനസ്സിലായോ? എന്താണ് ഫോർമുല? u ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് nc1. ശരിക്കും മനസ്സിലാക്കി പോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി എഴുതാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് 15 മാർക്ക് നമ്മളെ രക്ഷിപ്പിക്കുന്നത്, നമ്മൾ ജയിപ്പിക്കുന്ന ഒരു ക്വസ്റ്റൻ ഇതാണ് കേട്ടോ. അതായത് d raised to n of u into v എന്ന് വിളിക്കുന്നത്, d raised to n of u into v എന്ന് വിളിക്കുന്നത് നോക്കുക, u into nth derivative of v, u into nth derivative of v plus nc1, ഞാൻ നേരത്തെ പറഞ്ഞാൽ nc1 into ഈ യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മളെന്താ ചെയ്യുന്നത്? യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത. അപ്പൊ നമ്മള് ഇവിടെ ഡി എന്ന് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് ഞാൻ യു ഡാഷ് എന്ന് എടുക്കണ്ടേ, u1 എഴുതട്ടെ. u1 into u1 എന്ന് പറയട്ടെ, കുഴപ്പമില്ലല്ലോ. u1 എന്ന് പറഞ്ഞാൽ യുവിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, രണ്ടും ഡി വെച്ച് എഴുതുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഡി എന്ന് കൊടുക്കാം. ഡി ഓഫ് യു, ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു അടുത്തതിൽ നിന്ന് ഒരു n കുറയ്ക്കുകയാണ്, d raised to n minus 1 of v. ചെയ്തത് മനസ്സിലാക്കി പോവാ, ശരിക്കും മനസ്സിലാക്കി പോവാ. u ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് nc1 ഡെറിവേറ്റീവ് ഓഫ് യു, യുവിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് യു. മനസ്സിലായോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു n minus 1th ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ്, ശരിക്കും മനസ്സിലാക്കി പോണേ, nc2. ഇനി ഇവിടെ d സ്ക്വയർ കൊടുക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു d raised to n minus 2 of v പ്ലസ് എക്സെട്ര. ബാക്കി ഞാൻ പറയുന്നില്ല. അവസാനം ചെയ്തിട്ട് d raised to n into u into v എന്ന് വരും കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, പ്രോബ്ലം ചെയ്യാം, അതാണ് നമുക്ക് നല്ലത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആവും. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ എന്താണെന്ന് നമുക്ക് തോന്നും, കുഴപ്പം പോലെ തോന്നും. ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ നമുക്ക് ഓക്കെ. d raised to n into u into v എന്ന് മാത്രം, അത് nth ഡെറിവേറ്റീവ് ഓഫ് u into v എന്ന് മാത്രം. അതായത് ഇവിടെ ഡെറിവേറ്റീവ് കൂടി വരും, രണ്ടാമത്തേത് കുറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഡെറിവേറ്റീവ് ഇല്ലാണ്ടായി മാറും. ഓക്കെ, ഓക്കെയാണോ? ഇത് ഫോർമുലയാണ് ലെബിനിസ് തിയറത്തിൽ. അപ്പൊ സ്റ്റേറ്റ് ലെബിനിസ് തിയറം എന്നൊക്കെ പറയുകയാണെങ്കിൽ എഴുതി വെക്കാം. അങ്ങനെ എഴുതാണെങ്കിൽ ഈ ഒരു ഫോർമുല എഴുതാൻ നല്ലത്. d raised to n of u into v equal to
u into vn plus nc1 u1 into vn minus 1 plus nc2 u2 into vn minus 2 plus nc3 u3 into vn minus 3 plus etc. un into v. അതായത് വിക്ക് ആയിരുന്നു എന്നെ, വിയുടെ എന്നെ n വന്നു, വിയുടെ അവിടെ n-1 ആയി, വിയുടെ അവിടെ n-2 ആയി, അങ്ങനെ കുറഞ്ഞ് 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 വി പോകുന്നു. യുവിന്റെ അവിടെ യു മാത്രമായിരുന്നു, u1 ആയി, u2 ആയി, u3 ആയി, അങ്ങനെ യു കൂടി പോയിട്ട് അവസാനം un-ലേക്ക് എത്തുന്നു. വി കുറഞ്ഞു കുറഞ്ഞു വരുന്നു, യു കൂടി പോകുന്നു. മനസ്സിലായോ? ഇതാണ് റൂള്. സിമ്പിളായിട്ട് പറഞ്ഞ ഇതാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം, അതാണ് നല്ലത്. നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യായിരിക്കും നല്ലത്. കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട, പ്രോബ്ലം ചെയ്യാം. അപ്പൊ പ്രോബ്ലത്തിലേക്ക് എത്രയൊക്കെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എഴുതാം. nth ഡെറിവേറ്റീവ് ഓഫ്, നോക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു y2, എക്സ് സ്ക്വയർ ഇൻറ്റു y2 നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. എക്സ് സ്ക്വയർ ഇൻറ്റു y2ന്റെ nth ഡെറിവേറ്റീവ് കാണാൻ നമുക്ക് വരുന്നുണ്ട് ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് നിങ്ങൾ തന്നെ പഠിപ്പിക്കുക. ഓക്കെ, എക്സ് സ്ക്വയർ ഇൻറ്റു y2. അപ്പൊ അവിടെ ചെയ്യേണ്ട റൂൾ എന്താ? യു എന്ന് വിളിക്കുന്നത് ആരാണ്? എക്സ് സ്ക്വയർ. വി എന്ന് വിളിക്കുന്നത് ആരാ? y2 ആണ്. ഓക്കെ ആണോ? യു എന്ന് വിളിക്കുന്നത് എക്സ് സ്ക്വയറും വി എന്ന് വിളിക്കുന്നത് y2 ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ പറയുന്ന ഈ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും മനസ്സിലാക്കി പോകേണ്ടത്. SI ക്വസ്റ്റിന്റെ മെയിൻ, ആ ഒരു ക്വസ്റ്റിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം യു എഴുതി, എക്സ് സ്ക്വയർ എഴുതുന്നു, ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് y2 എന്നാണ്. y2ന്റെ nth ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ പഠിപ്പിച്ചു. y2ന്റെ nth ഡെറിവേറ്റീവിനെ എന്താണ് വിളിക്കുക? yn+2 എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, y2ന്റെ nth ഡെറിവേറ്റീവ് എന്താണ്? yn+2. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, റൂള് പ്രകാരം u ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v. ഇത് ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ? u ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v അല്ലെ? പ്ലസ് ഒരു nc1 ഇട്ട് കൊടുക്കാം. ഒരു nc1 ഇട്ട് കൊടുത്തു. ഇനി എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താ വരിക? എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 2x അല്ലേ? അതും പഠിപ്പിച്ചതാണ്, 2x. ഇനി yn+2 എന്ന് ഒരെണ്ണം കുറയ്ക്കുക. അപ്പൊ എന്താ വരിക? yn+1 എന്ന് വരും. അത്രേ ഉള്ളൂ. നോക്കാം, nc1 ഇടാം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, yn+2 നിന്ന് ഒരെണ്ണം കുറച്ചു, yn+1 എന്നായി. ഓക്കെ ആണോ? പ്ലസ് nc2 ഇടാം, nc2. ഇനി 2xന്റെ ഡെറിവേറ്റീവ്. എന്താ 2xന്റെ ഡെറിവേറ്റീവ്? 2xന്റെ ഡെറിവേറ്റീവ് എന്താ? അതും പഠിപ്പിച്ചതാ. 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 എന്ന് നമ്മൾ പഠിപ്പിച്ചു അല്ലെ? ഇൻറ്റു ഈ yn+1 നിന്ന് ഒരെണ്ണം കൂടി കുറയ്ക്കുക. അപ്പൊ എന്താ വരിക? yn എന്ന് വരും. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? പ്ലസ് അടുത്തത് ഇനി 2ന്റെ ഡെറിവേറ്റീവ് ആണ്, 0 ആണ്. അപ്പൊ ഇതുവരെ ചെയ്താൽ മതി. ഇതുവരെ മനസ്സിലാക്കിയ നമ്മുടെ SI ക്വസ്റ്റിന്റെ 15 മാർക്ക് നമ്മുടെ പോക്കറ്റിലാണ്. 15 മാർക്കിന്റെ മെയിൻ സാധനമാണ് കിടക്കുന്നത്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ കിട്ടിയാൽ 15 മാർക്ക് പോക്കറ്റില്. ഓക്കെ, ഷുവർ അല്ലേ? ഒരെണ്ണം കൂടെ എഴുതാം ഞാൻ. nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y2. nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y2. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y2 എന്ന് നമുക്ക് നോക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y2. ഇതിന്റെ nth ഡെറിവേറ്റീവ് ചെയ്യാണ്. ഈ റൂള് പ്രകാരം നിങ്ങൾ നോക്കാം, u എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, ഇൻറ്റു ഇതിന്റെ y2ന്റെ nth ഡെറിവേറ്റീവ് എന്താ? yn+2. ഓക്കെ ആണോ? y2ന്റെ nth ഡെറിവേറ്റീവ് എന്താ? yn+2. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ?
ഓക്കെ, പ്ലസ് NC1 ചുമ്മാ ഇട്ട് കൊടുക്കാം. NC1 ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ഇൻറ്റു yn പ്ലസ് 2 എന്ന് ഒരെണ്ണം കുറയ്ക്കുക. അപ്പൊ എന്താ വരിക? yn പ്ലസ് 1 ആയി മാറും. അത് ഓക്കെ അല്ലേ? പ്ലസ് NC2 ചുമ്മാ 2x ന്റെ ഡെറിവേറ്റീവ്. 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? 2. 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു yn പ്ലസ് 1 വീണ്ടും ഒരെണ്ണം കുറയ്ക്കുക. yn ഇത് ഇത്രയും അറിഞ്ഞാൽ 15 മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 12 മാർക്കായിരിക്കും കേട്ടോ. 12-3 അല്ലെങ്കിൽ 10-5 അങ്ങനെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? nth ഡെറിവേറ്റീവിന്റെ പ്രോഡക്റ്റ് റൂൾ ഓക്കെ അല്ലേ? ലെബിനിസ് തിയറം ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ എസ്എ ക്വസ്റ്റിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാം, ഒരു ഒറ്റ സ്റ്റെപ്പ് കൂടി ചെയ്യാം. d⁻n ഓഫ് xy1 ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ x ആണ്. x ഇൻറ്റു y1ന്റെ nth ഡെറിവേറ്റീവ് എന്താ വരിക? y1ന്റെ nth ഡെറിവേറ്റീവ് എന്താ? yn പ്ലസ് 1. മനസ്സിലായോ? ഇവിടെ ഒരു n ഇട്ട് കൊടുത്താൽ മതി. n പ്ലസ് 1 ഇൻറ്റു എല്ലാവരും n പ്ലസ് 1 പ്ലസ് നേരത്തെ പോലെ NC1 ഇട്ട് കൊടുത്തു. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഇൻറ്റു yn പ്ലസ് 1 നിന്ന് ഒന്ന് കുറച്ച് yn. ഇവിടെ NC2ക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താ പറയുക, ഇവിടെ കോൺസ്റ്റന്റ് ആകുന്നത് വരെ ചെയ്താൽ മതി. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് അടുത്ത സ്റ്റെപ്പ് 0 ആയിരിക്കും. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ കോൺസ്റ്റന്റ് ആയി. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആവുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കോൺസ്റ്റന്റ് ആയി. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇത് 0 ആയി പോകും. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ NC2 ഇൻറ്റു 0 എന്ന് വരും. അപ്പൊ ഇത് എഴുതണ്ട കേട്ടോ. ഓക്കെ, കോൺസ്റ്റന്റ് ആവുന്നത് വരെ ചെയ്താൽ മതി. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച പാർട്ട് സിയിലെ ഇപ്രാവശ്യവും ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഇപ്രാവശ്യവും നമുക്ക് 15 മാർക്ക് തരുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നല്ല 100%. എന്റെ ഒരു അറിവില് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല കേട്ടോ. കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തില്, കേരള യൂണിവേഴ്സിറ്റി അല്ല, ഈ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സിലബസ് ഉള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ മോഡൽ ക്വസ്റ്റ്യനൊക്കെ പ്രത്യേകത ഇതെല്ലാം പ്രൂവ് ദാറ്റ് എന്നായിരിക്കും. ക്വസ്റ്റ്യനിലെ ആൻസർ ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആൻസറിൽ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. നമ്മൾ പ്രൂവ് ദാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? മാർഗമല്ല, ആൻസറിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്ത് തരികട കാണിച്ചിട്ട് നമ്മൾ ആൻസറിലാണ്ട് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് ഹാൻസ് ദ പ്രൂഫ് എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തവരെ പോലെ ഒരു ബോക്സിലൊക്കെ വരച്ച് എഴുതിയിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോളും. 32 കേട്ടോ. ഇഫ് y ഈക്വൽ ടു tan inverse x, y ഈക്വൽ ടു tan inverse x. ഇവിടെ രണ്ട് പ്രൂവ് ദാറ്റ് ഉണ്ട്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. പ്രൂവ് ദാറ്റ് 1 plus x square into y2 plus 2x y1 equal to 0. ആദ്യം ഇത് പ്രൂവ് ചെയ്യണേ. പ്രൂവ് ദാറ്റ് 1 plus x square into y2 plus 2x y1 equal to 0 and deduce that. അതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ തരുന്നത്. deduce that 1 plus x square into yn plus 2 plus 2 into n plus 1 into x y n plus 1. ഇത് yയുടെ താഴെയാണ് എഴുതണേ. yn plus 2 ഒക്കെ താഴെയാണ് കേട്ടോ. പ്ലസ് n into n plus 1 into yn equal to 0. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരും. മറ്റന്നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് കാണുമ്പോ എന്നെ ഓർത്തോളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഫൈൻഡ് അപ്പ് ചെയ്യൂട്ടാ. ഇതെല്ലാം ഇതിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ രണ്ട് ക്വസ്റ്റ്യനും ഈ സാധനം കിട്ടാനാ ബുദ്ധിമുട്ട്.
ഈ ആദ്യത്തെ പ്രൂഫില്ലേ, പ്രൂവ് ദാറ്റ്, ഇത് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കാനില്ല. ഈ ഒരു സാധനം പ്രൂവ് ദാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ പുണ്യം ചെയ്തവരാന്നൊക്കെ പറയാം. ഇങ്ങനെ ഒരു പ്രൂവ് ദാറ്റ് ചോദിച്ചാൽ ഇതിലേക്ക് എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഇത് നമുക്ക് ചുമ്മാ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം കാണുന്ന പ്രൂഫില്ലേ, ആദ്യത്തെ പ്രൂഫ്, അതിലേക്ക് കൊണ്ടെത്തിക്കാനാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അത് കുറച്ച് ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. ഇതിൽ നമ്മുടെ തരികളൊക്കെ ചെയ്യാം, പക്ഷെ ആദ്യത്തെ തരികൾ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ കഴിവാണ്. ഡിഫറൻസിയേഷൻ പഠിക്കണം. ഓക്കെ, അപ്പൊ അതും കൂടി ചോദിക്കുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രക്ഷപ്പെട്ടു. ആ 15 മാർക്ക് നമ്മുടെ പോക്കറ്റിലായി, നമ്മൾ പാസ്സാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റില് yn+2 ഉണ്ടെങ്കിൽ നോക്കണേ. പ്രൂവ് ദാറ്റില് yn+2 ഉണ്ടെങ്കിൽ ഇത് തന്നത് കൊണ്ട് പ്രശ്നമല്ല. ഇത് തന്നില്ലായിരുന്നെങ്കിൽ, ഈ സാധനം തന്നിട്ടില്ലായിരുന്നെങ്കിൽ പ്രൂവ് ദാറ്റ് നോക്കാം. പ്രൂവ് ദാറ്റില് yn+2 ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? പ്രൂവ് ദാറ്റില് yn+2 ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പ്രൂവ് ദാറ്റില് yn+1 മാത്രമാണെങ്കിൽ, തന്നിരിക്കുന്ന ഫംഗ്ഷനെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, തന്നിരിക്കുന്ന ഫംഗ്ഷനെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പ്രൂവ് ദാറ്റില് yn+3 ഉണ്ടെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുണ്ടാവില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അപ്പൊ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. y = tan inverse x. ചുമ്മാ എഴുതുക, നമ്മൾ വലിയ പഠിപ്പിച്ചിട്ടാന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y1 എന്നാണ് കൊടുക്കുന്നത്. y1 = tan inverse x ന്റെ ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ പഠിപ്പിച്ചു. അതിനാണ് ബേസിക് ഒക്കെ പഠിപ്പിച്ചത്. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x². tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x². ഇതുവരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? എല്ലാവർക്കും ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാ പ്രോബ്ലത്തിലും, ഈ ഒരു പ്രോബ്ലം മാത്രമല്ല, ഈ മോഡലുള്ള എല്ലാ ക്വസ്റ്റിലും ഇതേപോലെ 1/, വരികയാണെങ്കിൽ അതിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാം, അതിനെ പിടിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? 1 + x² × y1 = 1 ആയിരിക്കും. ഇതുവരെ ഓക്കെയോ? ഇതും ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? 1 + x² × y1 = 1 എന്ന് കൊടുക്കുന്നു. ഇനി ഇതിന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x. വീണ്ടും ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ നമ്മൾ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് റൂൾ ആണ്. ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എടുക്കാൻ പോവാണ്. ഞാൻ മുകളിൽ നിന്ന് എഴുതാണ്. അപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാണ്? 1 + x² ആണ്. 1 + x² × y1 ന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. y1 ന്റെ ഡെറിവേറ്റീവിനെ നമ്മള് y2 എന്നാണ് വിളിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, y1 ന്റെ സെക്കൻഡ് അടുത്ത ഡെറിവേറ്റീവ് y2 എന്നാണ് വിളിക്കുക കേട്ടോ. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y1 ആണ്, ഇൻറ്റു ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് 1 ന്റെ 0 ആണ്, ബാക്കി 2x എന്ന് കിട്ടും. ഓക്കെ, 0 + 2x. ഇതുവരെ ചെയ്ത് ഓക്കെയാണോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് = 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 + x² × y2 പ്ലസ് 2x y1 = 0. ഇനി ഇത് കിട്ടിയില്ല എന്ന് വെക്കുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതണ്ട് എഴുതി വെച്ച് ബോക്സിലാക്കി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്ക് ഇതാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ബോക്സിലാക്കി കേട്ടോ. ഓക്കെ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ആൻസർ അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ആ ആൻസർ എടുത്ത് നമുക്ക് കിട്ടിയതുപോലെ ബോക്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ചെറിയൊക്കെ കള്ളത്തരം ചെയ്യാം, ചെറുതായിട്ടൊക്കെ കള്ളത്തരം ചെയ്യാം. ഓക്കെ, അപ്പൊ സുഖല്ലേ? സുഖമാണ്. ഒരു കാര്യമുണ്ട്, ക്വസ്റ്റ്യനിൽ അത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ? നമുക്ക് ആദ്യത്തെ പ്രൂഫ് കിട്ടിയില്ലേ? കിട്ടിയോ? അതെന്താ മിണ്ടാത്തെ? ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രൂഫ് തന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, അതിലേക്ക് എത്തിച്ചു കൊടുത്തു കേട്ടോ.
അപ്പൊ അല്ലെങ്കിൽ ആദ്യത്തെ പ്രൂഫ് തന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഇക്വേഷനിൽ എന്തായാലും എത്തും. ആ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതേപോലെ എത്തിച്ചു കൊടുക്കണം. y2 വരുന്ന ഒരു ഇക്വേഷൻ വേണം കേട്ടോ. അപ്പൊ ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ nth ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം തീർന്നു. ലെബിനിസ് തിയറം ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഈ ടേമിന്റെ nth ഡെറിവേറ്റീവ് എടുക്കാണ്. ടേക്കിംഗ് nth ഡെറിവേറ്റീവ് വലിയ ക്വസ്റ്റൻ ആണ് കേട്ടോ, 15 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. വി ഗെറ്റ് നമ്മൾ ഇതിനെ nth ഡെറിവേറ്റീവ് എടുക്കാണ്. അപ്പൊ nth ഡെറിവേറ്റീവ് എടുക്കുന്നത് ശ്രദ്ധിക്കണേ. ഇവിടെ ബൈ ലെബിനിസ് തിയറം കൂടി എഴുതിക്കണോ, ബൈ ലെബിനിസ് തിയറം അതുകൂടെ എഴുതിക്കോളൂ. നമ്മൾ എഴുതുമ്പോൾ സെന്റൻസുകളൊക്കെ എഴുതുന്ന പറഞ്ഞാൽ അതിനൊക്കെ മാർക്ക് കിട്ടാനാണ്. ലെബിനിസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊന്ന് മുകളിൽ എഴുതുന്നുണ്ട്, ചെയ്യുന്ന കാര്യം ഞാൻ മുകളിൽ എഴുതാണ്. അതായത് ഇതിന് nth ഡെറിവേറ്റീവ് കാണണം, മനസ്സിലായോ? അതായത് d raised to n of nth ഡെറിവേറ്റീവ് ഓഫ് 1 plus x square into y2 ഇതിന്റെ nth ഡെറിവേറ്റീവ് കാണണം, പ്ലസ് d raised to n of 2x into y1 ഇതിന്റെയും nth ഡെറിവേറ്റീവ് കാണണം. മനസ്സിലായോ? nth ഡെറിവേറ്റീവ് ഓഫ് ഇത് ചെയ്യണം, പ്ലസ് nth ഡെറിവേറ്റീവ് ഓഫ് ഇത് ചെയ്യണം. ഇതിനാണ് ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും നേരെ പഠിപ്പിച്ചു തന്നെ കേട്ടോ. ഇനി സിമ്പിളാണ്. ഇത് നേരത്തെ നമ്മൾ പഠിച്ച സാംസാണ്, അതിന്റെ ഏകദേശ കാര്യം കഴിഞ്ഞു. നോക്കാം, മനസ്സിലായോ? ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളെ പഠിപ്പിച്ചത്. എല്ലാ പ്രോബ്ലത്തിനും ഇങ്ങനെ ഒരു സാധനം കൊടുക്കാൻ മാത്രമേ നമ്മൾ റിസ്ക് എടുക്കേണ്ടുള്ളൂ. ഓക്കെ, എല്ലാ പ്രോബ്ലത്തിനും ഇതേപോലെ ഒരു ഇക്വേഷൻ വരും, അതിനെ nth ഡെറിവേറ്റീവ് എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. തുടങ്ങാം, നമുക്ക് തുടങ്ങിയാലോ? യെസ്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതിക്കോളൂ. ഇതും സെപ്പറേറ്റ് ബ്രാക്കറ്റ് കൊടുക്കാണ്. നമ്മുടെ റൂള് പ്രകാരം നേരത്തെ പോലെ എന്താണ് 1 plus x square into y2ന്റെ nth ഡെറിവേറ്റീവ് നമ്മൾ yn plus 2 എന്ന് എഴുതി, പ്ലസ് nc1 ഇട്ടു. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x, ഇതിൽ നിന്ന് ഒരെണ്ണം കുറച്ചു yn plus 1 ആക്കി, പ്ലസ് nc2 ഇട്ടു. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2, ഇതിൽ നിന്ന് ഒരെണ്ണം കുറച്ചു yn, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ ആണോ? നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാണ്. മനസ്സിലായ ആ സാധനമാണ് 1 plus x square into y2ന്റെ nth ഡെറിവേറ്റീവ് yn plus 2, nc1 2x into yn plus 2 എന്ന് പറഞ്ഞ കുറച്ചു yn plus 1, nc2 2xന്റെ ഡെറിവേറ്റീവ് 2 into yn ആക്കി, പ്ലസ് അത് കഴിഞ്ഞു. അടുത്ത ബ്രാക്കറ്റ് ഇതേപോലെ ചെയ്യാം. അത് നമ്മൾ പഠിച്ചതാണ്. 2x into y1ന്റെ nth ഡെറിവേറ്റീവ് yn plus 1 പ്ലസ് nc1 2xന്റെ ഡെറിവേറ്റീവ് 2 into yn plus 1 എന്ന് കുറച്ച് yn ഈക്വൽ ടു 0. ഇതുവരെ ഓക്കെ ആണോ? ഇവിടെയും ലെബിനിസ് തിയറം യൂസ് ചെയ്തു. ഇനി nc1 കാണുന്നിടത്ത് n, nc2 കാണുന്നിടത്ത് n into n minus 1/2 അത്രയും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി എഴുതാണ്. 1 plus x square into yn plus 2 പ്ലസ് nc1 അവിടെ n ഇട്ടു, n into 2x into yn plus 1 പ്ലസ് nc2 അവിടെ n into n minus 1/2 into 2yn. ഇത് ഇത്രയും ഒരു ബ്രാക്കറ്റിലെ നമ്മളിപ്പോ ചെയ്തത് എന്താണ്? നമ്മൾ ചെയ്യുന്നത് nc1ന് n കൊടുക്കുന്നു, nc2ന് n into n minus 1/2 എന്ന് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആ രണ്ട് കാര്യങ്ങളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ എന്താ? 2x into yn plus 1 പ്ലസ് n into 2 into yn. ഇനി ഒന്നുമില്ലാന്നേ, ഇത് ചുമ്മാ അങ്ങനെ കുറെ പ്രാവശ്യം എഴുതിയിരിക്കുക. എന്നിട്ട് അവസാനം പ്രൂതായിട്ട് എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ്, അതെന്നെ എഴുതിക്കുക കേട്ടോ. കിട്ടിയാലില്ലെങ്കിലും ആ സാധനം എഴുതി വെച്ച് നമ്മൾ അടിപൊളിയാക്കി വെക്കുക. നല്ല ഇത് 4-5 പ്രാവശ്യം എഴുതിക്കുക വീണ്ടും. ഓക്കെ, വീണ്ടും എഴുതല്ലോ. നമ്മൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇവിടെ 2 ക്യാൻസൽ ആക്കി, വേറെ എവിടെയും നമുക്ക് ക്യാൻസൽ ആക്കാനൊന്നുമില്ല. ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആൻഡ് ഓപ്പൺ ചെയ്യാൻ നമ്മള് കംപ്ലീറ്റ് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ആൻസർ അടിപൊളിയായിട്ട് കിട്ടൂട്ടാ. അപ്പൊ എന്താ വരിക? 1 plus x square into yn plus 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ പ്ലസ് 2nx yn plus 1
പ്ലസ് ഈ n ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n സ്ക്വയർ മൈനസ് n എന്ന് കിട്ടും അല്ലെ. n സ്ക്വയർ മൈനസ് n ഇൻറ്റു yn. അടുത്ത ഈ ബ്രാക്കറ്റ് പ്ലസ് 2x yn പ്ലസ് 1 പ്ലസ് 2n yn ഈക്വൽ ടു 0. എല്ലാ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി നൈസായിട്ട് ക്വസ്റ്റ്യനാണ് നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെക്കുക. ഒന്നും അറിയാത്ത പോലെ ബോക്സിലാക്കി വെക്കട്ടോ. നോക്കാം. അതിനാണ് ഇനി പ്രൂഫ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് എഴുതിക്കോളൂ. 1 പ്ലസ് എക്സ് സ്ക്വയറിന് yn പ്ലസ് 2 നോക്കാം. ഇവിടെ 2ഉം എക്സും yn പ്ലസ് 1ഉം കോമൺ ആണ്. ബാക്കി ആരാണ്? എക്സ്ട്രാ വരുന്ന n പ്ലസ് 1 ആണ്. അപ്പൊ അതാണ് അവിടെ ക്വസ്റ്റ്യനിലുള്ളത്. 2 × n പ്ലസ് 1 എക്സ് yn പ്ലസ് 1. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയല്ലേ? നോക്കി നോക്ക്. 2ഉം എക്സും yn പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. പ്ലസ് ഇതിൽ നിന്ന് ഒരു n പോവും. അപ്പൊ n × n പ്ലസ് 1 yn കിട്ടൂട്ടാ. ഇനിയിപ്പോ നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. ക്വസ്റ്റ്യൻ എന്താണ് അത് എഴുതി വെക്കുക. അത് ഇങ്ങനെ വലിയ ബോക്സിലാക്കി വെക്കട്ടാ. നമ്മൾ വലിയ ആൾക്കാരാണ്. അടിപൊളിയായിട്ട് പ്രൂഫ് ചെയ്ത് കഴിയും. ഓക്കെ ആണോ? നൈസല്ലേ? കഴിഞ്ഞ പ്രാവശ്യം തോറ്റയിൽ എന്തെങ്കിലും വിഷമം വരുന്നുണ്ടോ? അല്ല, ഇന്ദ്രിയത്ത് ജയിച്ചോ? അപ്പൊ അവന്താ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്? ചുമ്മാ ഇമ്പ്രൂവ്മെന്റാ? ഓക്കെ, അടിപൊളി. എന്നിട്ട് ജയിച്ചിട്ടാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അടിപൊളി. ഓക്കെ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം.